Hi students, welcome to Jija's biology classes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറ്റിക് കോഡിനെ പറ്റിയിട്ടാണ്. ജനറ്റിക് കോഡിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അക്കോർഡിംഗ് ടു സെൻട്രൽ ഡോഗ്മ ഒരു പുതിയ DNA മോളിക്യൂൾ ഉണ്ടാകുന്നത് ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷനിലൂടെ ഒരു പുതിയ DNA മോളിക്യൂൾ ഉണ്ടാകുന്നത് പാരന്റ് DNAയിൽ നിന്നാണ്. ട്രാൻസ്ക്രിപ്ഷനിലൂടെയാണ് ഒരു RNA മോളിക്യൂൾ ഉണ്ടാകുന്നത്, അതും DNA-യിൽ നിന്നാണ്. RNA ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പ്രോട്ടീൻസ്. സോ DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്നു. RNA-യിൽ നിന്ന് RNA ആണ് പ്രോട്ടീൻ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു DNA മോളിക്യൂൾ ഉണ്ടാകുന്ന പ്രോസസ് റെപ്ലിക്കേഷൻ ആണ്. ഒരു RNA ഉണ്ടാകുന്ന പ്രോസസ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. അതുപോലെ ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. DNA-യും RNA-യും ഉണ്ടായപ്പോൾ നമുക്കറിയാം കോംപ്ലിമെന്റാരിറ്റി റൂൾ പ്രകാരമാണ് ഒരു പുതിയ DNA മോളിക്യൂൾ പാരന്റ് DNA-യിൽ നിന്നും ഉണ്ടാകുന്നത്. അതേപോലെ പാരന്റ് DNA-യുടെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ബേസുകളെ പിക്ക് ചെയ്താണ് ഒരു RNA മോളിക്യൂളും ഉണ്ടാകുന്നത്. പക്ഷെ എങ്ങനെയാണ് ഒരു RNA ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്? പ്രോട്ടീനും RNA-യും തമ്മിൽ യാതൊരു കോംപ്ലിമെന്റാരിറ്റിയും ഇല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു പ്രോട്ടീൻ RNA-യിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നത് നമ്മുടെ സയന്റിസ്റ്റുകളെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അവർ വർഷങ്ങളോളം എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് ഈ ജനറ്റിക് കോഡ് എന്ന ഈ ഒരു പുതിയ ആശയത്തിലേക്ക് വന്നത്. ആദ്യമായിട്ട് ജനറ്റിക് കോഡ് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ജോർജ് ഗാമോ. ജോർജ് ഗാമോ എന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ജനറ്റിക് കോഡ് എന്ന കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത്. ഇദ്ദേഹം ഒരു ഫിസിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞത് 4 ന്യൂക്ലിയോടൈഡുകളാണ് നമുക്കുള്ളത്, അല്ലെ? അഡിനിൻ, യുറാസിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഈ 4 ന്യൂക്ലിയോടൈഡുകളും 20 അമിനോ ആസിഡ്സുകളുമാണ്. പ്രോട്ടീൻ ഉണ്ടാക്കുന്ന 20 അമിനോ ആസിഡ്സുകളാണ് ഉള്ളത്. 4 നൈട്രജൻ ബേസുകൾ 20 അമിനോ ആസിഡുകളെ കോഡ് ചെയ്യണമെങ്കിൽ there will be combination of bases, combinations of ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാകാം ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത് എന്ന് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ജോർജ് ഗാമോ. അപ്പൊ നമുക്കറിയാം 4 ന്യൂക്ലിയോടൈഡുകൾ ഒരു ന്യൂക്ലിയോടൈഡ് മാത്രമാണ് ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുമെങ്കിൽ നമുക്ക് 4 അമിനോ ആസിഡുകളെ കിട്ടുള്ളൂ. 2 ന്യൂക്ലിയോടൈഡുകളുടെ കോമ്പിനേഷൻസ് ആണ് ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് 16 അമിനോ ആസിഡ്സ് കിട്ടും. അതേസമയം 3 ന്യൂക്ലിയോടൈഡുകളുടെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് അമിനോ ആസിഡ്സിന്റെ കോഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 64 കോഡോൺസ് കിട്ടും. ദിസ് ഈസ് മോർ ദാൻ എനഫ് ടു കോഡ് ഫോർ 20 അമിനോ ആസിഡ് എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ജോർജ് ഗാമോ. അതിനുശേഷം ഇതിന് എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊടുത്ത ഒരുപാട് സയന്റിസ്റ്റുകൾ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സയന്റിസ്റ്റുകളുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഹർഗോവിന്ദ് ഖുറാന. ഇദ്ദേഹം ഒരു ഇന്ത്യൻ ഒറിജിനുള്ള അമേരിക്കൻ സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹമാണ് കെമിക്കലി ഒരു RNA നമ്മൾ ലാബിൽ RNA-യിൽ സിന്തസൈസ് ചെയ്ത ഒരു സയന്റിസ്റ്റ് ആണ് ഹർഗോവിന്ദ് ഖുറാന. അതുപോലെ തന്നെ സെവറോ ഒക്കോവ എന്ന സയന്റിസ്റ്റ് ആണ് ഒരു എൻസൈം കണ്ടുപിടിച്ചത്, പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. ഇദ്ദേഹം കണ്ടുപിടിച്ച എൻസൈമിന്റെ പേരാണ് പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. ഈ പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് എന്ന എൻസൈം ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് RNA സിന്തസൈസ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. വിച്ച് വിൽ സിന്തസൈസ് RNA മോളിക്യൂൾ ഇൻഡിപെൻഡന്റ് ടു ടെംപ്ലേറ്റ്. നമുക്കറിയാം RNA പോളിമറേസ് എൻസൈം എല്ലാം RNA സിന്തസൈസ് ചെയ്യും, പക്ഷെ ടെംപ്ലേറ്റിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്തിട്ടാണ് സിന്തസൈസ് ചെയ്യുന്നത്. പക്ഷെ പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന എൻസൈമിന് ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് RNA സിന്തസൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ എൻസൈം നമ്മൾ ഒക്കോവ എൻസൈം എന്നാണ് പറയുന്നത്, സെബറോ ഒക്കോവ എൻസൈം എന്നാണ് പറയുന്നത്. ഈ എൻസൈമിന്റെ സഹായത്തോടെയാണ് ഹർഗോവിന്ദ് ഖുറാന
ഒരു RNA സിന്തസൈസ് ചെയ്തത്, ലാബിൽ സിന്തസൈസ് ചെയ്തത്. മൂന്നാമത്തെ സയന്റിസ്റ്റ് ആണ് മാർഷൽ നീരൻബർഗ്. മാർഷൽ നീരൻബർഗ് ആണ് ഒരു സെൽ ഫ്രീ സിസ്റ്റം ഫോർ പ്രോട്ടീൻ സിന്തസിസ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്നത്. അതായത് സെല്ലിലല്ലാതെ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ, ഈ കെമിക്കലായിട്ട് RNA സിന്തസൈസ് ചെയ്യാനുള്ള മെക്കാനിസം ഡെവലപ്പ് ചെയ്തപ്പോൾ ആ RNAയിൽ നിന്ന് ഒരു പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യാനുള്ള, ലാബിൽ സിന്തസൈസ് ചെയ്യാനുള്ള മെക്കാനിസം ഡെവലപ്പ് ചെയ്തെടുത്ത സയന്റിസ്റ്റ് ആണ് മാർഷൽ നീരൻബർഗ്. അപ്പൊ ജനറ്റിക് കോഡിന്റെ ക്രെഡിറ്റ് കൂടുതലും പോകുന്നത് ഈ പറഞ്ഞ 4 സയന്റിസ്റ്റുകളിലേക്കാണ്. ആദ്യമായിട്ട് ജനറ്റിക് കോഡ് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ജോർജ് ഗാമോ. അതിനുശേഷം ഹർഗോവിൻ ഖുറാന ഒരു കെമിക്കലി ഒരു RNA സിന്തസൈസ് ചെയ്തു. സെവറോക്കോവ ഒരു എൻസൈം ഉണ്ടാക്കി. ആ എൻസൈമിന്റെ സഹായത്തോടെയാണ് ഹർഗോവിൻ ഖുറാന ഒരു RNA സിന്തസൈസ് ചെയ്തത്. മാർഷൽ നീരൻബർഗ് ആണ് പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള സെൽഫ് ഫ്രീ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. അപ്പോ ഈ ഡിഫറെന്റ് ബ്രാഞ്ചുകളിലുള്ള കെമിസ്റ്റുകൾ, ബയോകെമിസ്റ്റുകൾ, ജനറ്റിസിസ്റ്റുകൾ, അതുപോലെ ഫിസിസ്റ്റുകൾ, അങ്ങനെ ഡിഫറെന്റ് ബ്രാഞ്ചുകളിലുള്ള ഒരുപാട് സയന്റിസ്റ്റുകളുടെ എഫേർട്ട് മൂലമാണ് നമുക്ക് ജനറ്റിക് കോഡ് എന്ന ഒരു ഇപ്പോൾ ഉള്ള രീതിയിൽ ജനറ്റിക് കോഡ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സഹായിച്ചത്. ഡിഫറെന്റ് ബ്രാഞ്ചുകളിലുള്ള ഒരുപാട് സയന്റിസ്റ്റുകളുടെ എക്സ്പെരിമെന്റ് കാരണമാണ്. നമുക്ക് ആ ജനറ്റിക് കോഡ് ഒന്ന് എഴുതിയതിനു ശേഷം അതിന്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. അപ്പൊ ജനറ്റിക് കോഡ് സാധാരണ രീതിയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ നമ്മൾ 4 അക്ഷരങ്ങൾ, ജനറ്റിക് കോഡിന്റെ ഗോൾഡൻ ലെറ്റേഴ്സ് ആണ് UCAG. യുറാസിൻ, സൈറ്റോസിൻ, അതുപോലെ അഡിനിൻ, ഗ്വാനിൻ. അതുപോലെ ഇവിടെ നമ്മൾ UCAG. UCAG. And we'll pick one U from here, U from here, and this U from here. So U, again U, C, again U, A, U, G. അതുപോലെയാണ് നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് അമിനോ ആസിഡ്സുകളെ എഴുതാം. സോ ആദ്യത്തെ 2 ഫിനൈൽ അലനൈൻ ആണ്. ഇത് 6 ലൂസിൻ ആണ്. നെക്സ്റ്റ് 3 ഐസോ ലൂസിൻ ആണ്. AUG സ്റ്റാർട്ട് കോഡോൺ, അതായത് മെഥിയോനൈൻ ആണ്. ഇത് വാലൈൻ ആണ്. സെറൈൻ, ഓലൈൻ, ത്രിയോനൈൻ, അലനൈൻ. ഇത് 2 തൈറോസിൻ. ഇത് സ്റ്റോപ്പ് കോഡോൺ ആണ്. ഹിസ്റ്റഡൈൻ, ഗ്ലൂട്ടാമിൻ, അസ്പരാജിൻ, ലൈസിൻ, aspartic acid, glutamic acid. ഇത് 2 സിസ്റ്റീൻ ആണ്. സ്റ്റോപ്പ് കോഡോൺ, ട്രിപ്റ്റോഫാൻ, സെറൈൻ, arginine, സെറൈൻ, arginine, ഗ്ലൈസിൻ. ഇത്രയാണ് നമ്മളുടെ ജനറ്റിക് കോഡ്. അപ്പോൾ ആദ്യത്തെ 2 ഫിനൈൽ അലാനിൻ, നെക്സ്റ്റ് ലൂസിൻ, ഐസോലൂസിൻ, മെഥിയോനൈൻ, വാലൈൻ, സെറൈൻ, ഓലൈൻ, ത്രിയോനൈൻ, അലനൈൻ, തൈറോസിൻ, സ്റ്റോപ്പ് കോഡോൺ, ഹിസ്റ്റഡൈൻ, ഗ്ലൂട്ടാമിൻ, അസ്പരാജിൻ, ലൈസിൻ, LYS, aspartic acid, glutamic acid, cysteine, then
UGA സ്റ്റോപ്പ് കോഡോൺ, ട്രിപ്റ്റോഫാൻ, അർജിനൈൻ, സെറൈൻ, അർജിനൈൻ, ഗ്ലൈസിൻ. അപ്പോൾ ഇതിന്റെ പ്രോപ്പർട്ടീസ്, ജനറ്റിക് കോഡിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അർജിനൈൻ 6 കോഡോൺസ് അർജിനൈനെ കോഡ് ചെയ്യുന്നത്. സെറൈൻ നോക്കിക്കഴിഞ്ഞാലും 6 കോഡോൺസ്, 6 ട്രിപ്ലറ്റ് കോഡോൺസ് ഇതിനെ കോഡ് ചെയ്യുന്നുണ്ട്. ഗ്ലൈസിൻ 4 കോഡ് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മൾ മെഥിയോനൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇനീസിയേഷൻ കോഡോൺ ആണ്, സ്റ്റാർട്ടിംഗ് കോഡോൺ ആണ് മെഥിയോനൈൻ. അത് ഒരൊറ്റ കോഡോണിന് മാത്രമാണ്, ഒരൊറ്റ ട്രിപ്ലറ്റ് കോഡോൺ മാത്രമാണ് അതിനെ കോഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ ട്രിപ്റ്റോഫാൻ ഉണ്ട്. ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സിനെയും ഒരേ ഒരു ട്രിപ്ലറ്റ് കോഡോൺ മാത്രമാണ് കോഡ് ചെയ്യുന്നത്. തൈറോസിന് 2 ട്രിപ്ലറ്റ് കോഡോൺസ് കോഡ് ചെയ്യുന്നു. അതുപോലെ ഫീനൈൽ അലാനിനെയും 2 ട്രിപ്ലറ്റ് കോഡോൺസ് ആണ് കോഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ജനറ്റിക് കോഡ് യൂണിവേഴ്സൽ ആണ്. എന്താണ് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ? നിയർലി യൂണിവേഴ്സൽ എന്നാണ് നമ്മുടെ NCERT പറയുന്നത്. അതായത് നിയർലി യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ തന്നെ ബാക്ടീരിയയിൽ നിന്ന്, ബാക്ടീരിയ തൊട്ട് യൂണിവേഴ്സൽ, ബാക്ടീരിയ മുതൽ ഹ്യൂമൻ ബീങ്സ് വരെ ഒരേപോലുള്ള കോഡോൺസ് ആണ്. അപ്പൊ AUG എന്ന് പറഞ്ഞാൽ മെഥിയോനൈൻ ഇനീസിയേഷൻ കോഡോൺ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് കോഡോൺ ആണ്. അത് ബാക്ടീരിയയിലും സ്റ്റാർട്ടിംഗ് കോഡോൺ ആണ്, ഹ്യൂമൻ ബീങ്സിലും സ്റ്റാർട്ടിംഗ് കോഡോൺ ആണ്. അതുകൊണ്ട് നിയർലി യൂണിവേഴ്സൽ ആണ്. അതായത് എല്ലാ ഓർഗാനിസത്തിനും ഒരുപോലെയുള്ള കോഡോൺസ് ആണെന്ന് സാരം. അപ്പൊ എന്തുകൊണ്ടാണ് നിയർലി യൂണിവേഴ്സൽ എന്ന് പറയുന്നത്? ഈ കോഡോൺസിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ മൈറ്റോകോൺഡ്രിയൽ ജീനോം വരുമ്പോൾ അവിടെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. മൈറ്റോകോൺഡ്രിയൽ ജീനോമിൽ കുറച്ച് കോഡോൺസുകളിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ പ്രോട്ടോസോവൻസ് ജനറ്റിക് കോഡിൽ കുറച്ച് വേരിയേഷൻസ് കാണാം. അതുകൊണ്ട് ഇതിനെ നിയർലി യൂണിവേഴ്സൽ എന്ന് പറയുന്നു. അപ്പൊ ആദ്യം അതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിയർലി യൂണിവേഴ്സൽ ആണ്. രണ്ടാമത്തത് ട്രിപ്ലറ്റ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ ട്രിപ്ലറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം. 3 നൈട്രജൻ ബേസുകൾ ഒരുമിച്ച് ചേർന്നാണ് ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത്. 3 നൈട്രജൻ ബേസുകൾ, ഇപ്പൊ AUG, UUU എന്നൊക്കെ പറയുന്നത് 3 നൈട്രജൻ ബേസുകൾ ഒരുമിച്ച് ചേർന്നാണ്. എ കോമ്പിനേഷൻ ഓഫ് 3 നൈട്രജൻ ബേസ് വിൽ കോഡ് ഫോർ ആൻ അമിനോ ആസിഡ്. അതുകൊണ്ടാണ് ഇതിന് പറയുന്ന പേരാണ് ട്രിപ്ലറ്റ്. ഇനി നമ്മൾ ജനറ്റിക് കോഡിൽ എന്റെ ഇടയിൽ പങ്ക്ച്വേഷൻസോ കോമയോ അങ്ങനെയുള്ള ഒന്നുമില്ല. അത് വളരെ കണ്ടിന്യൂസ് ആയിട്ടാണ് റൺ ചെയ്യുന്നത്. ഇറ്റ് റൺ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുന്നു. വിതൗട്ട് കോമ അല്ലെങ്കിൽ പങ്ക്ച്വേഷൻസ് അങ്ങനെ ഒന്നുമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുന്നു. ഇനി ഇത് നോൺ ഓവർലാപ്പിംഗ് ആണ്. ഒരു നൈട്രജൻ ബേസ് വേറെ ഒരു നൈട്രജൻ ബേസിനെ ഓവർലാപ്പ് ചെയ്യുന്നില്ല. നോൺ ഓവർലാപ്പിംഗ് ആണ്. അതാണ് 4ാമത്തെ ഫീച്ചർ. ഇനി 5ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിസിറ്റിന് അല്ലെങ്കിൽ ആംബിഗ്വിറ്റി എന്ന് നമ്മൾ പറയും. സ്പെസിഫിസിറ്റി ഓർ ആംബിഗ്വസ് അല്ലെങ്കിൽ ആംബിഗ്വിറ്റി. അതെന്താണ് ആംബിഗ്വസ് അല്ലെങ്കിൽ സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു കോഡോൺ ഒരു അമിനോ ആസിഡ്സിനെ മാത്രമായിട്ട് കോഡ് ചെയ്യുന്നത്. അതായത് AUG എന്ന് പറഞ്ഞാൽ അത് മെഥിയോനൈനെ മാത്രമാണ് കോഡ് ചെയ്യുന്നത്. UUU എന്ന് പറഞ്ഞാൽ അത് ഫീനൈൽ അലനൈനെ മാത്രമാണ് കോഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സ്പെസിഫിസിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ ആംബിഗ്വിറ്റി അല്ലെങ്കിൽ ആംബിഗ്വസ് എന്നൊക്കെ പറയുന്നത്. ഇനി 6ാമത്തെ ഫീച്ചറാണ് ഡീജനറസി അല്ലെങ്കിൽ ഡീജനറേറ്റ് എന്ന് പറയും. ഡീജനറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അമിനോ ആസിഡ്സുകൾ, ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു അർജിനൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സിന് 6 ട്രിപ്ലറ്റ് കോഡോൺസ് അർജിനൈനെ കോഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. സെറൈൻ അത് വേറൊരു അമിനോ ആസിഡ് ആണ്, അതിന് 6 ട്രിപ്ലറ്റ് കോഡോൺസ് കോഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിനാണ് നമ്മൾ ഡീജനറസി എന്ന് പറയുന്നത്. ചില അമിനോ ആസിഡ്സുകൾ ഒന്നിൽ കൂടുതൽ ട്രിപ്ലറ്റ് കോഡോൺസ് കൊണ്ട് കോഡ് ചെയ്യപ്പെടുന്നു. ആ പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ ഡീജനറസി എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാമാണ് നമ്മളുടെ ജനറ്റിക് കോഡിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ആദ്യം തന്നെ നിയർലി യൂണിവേഴ്സൽ ആണ്. എല്ലാ ഓർഗാനിസത്തിനും ഒരുപോലെയുള്ള കോഡോൺസ് ആണ്. എല്ലാ ഓർഗാനിസംസിനും 64 കോഡോൺസ് ഉണ്ട്. ഇതിൽ 61 കോഡോൺസ് ആണ് അമിനോ ആസിഡ്സുകളെ കോഡ് ചെയ്യുന്നത്. 3 കോഡോൺസ് നോൺസെൻസ് കോഡോൺസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺസ് ആണ്.
ഇനി ട്രിപ്ലറ്റ് ആണ്. 3 നൈട്രജൻ ബേസുകളുടെ കോമ്പിനേഷൻ ആണ് ഒരു അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നത്, ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത്. കണ്ടിന്യൂസ്ലി ഇത് റൺ ചെയ്യും വിതൗട്ട് എനി കോമ ഓർ പങ്ക്ച്വേഷൻസ്. പിന്നെ നോൺ ഓവർലാപ്പിംഗ് ആണ്. സ്പെസിഫിസിറ്റി ഉണ്ട്. ഒരു സ്പെസിഫിക് കോഡോൺ ഒരു അമിനോ ആസിഡ്സിനെ മാത്രമാണ് കോഡ് ചെയ്യുന്നത്. ഡീജനറേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അമിനോ ആസിഡ്സുകൾ ഒന്നിൽ കൂടുതൽ ട്രിപ്ലറ്റ് കോഡോണിനാൽ കോഡ് ചെയ്യപ്പെടുന്നു. ഇത്രയുമാണ് ജനറ്റിക് കോഡിന്റെ ഫീച്ചേഴ്സ്. ഇനി നമ്മളുടെ ജനറ്റിക് കോഡിൽ ഞാൻ പറഞ്ഞു 64 കോഡോൺസ് ആണുള്ളത്, 64 കോഡോൺസ് ആണുള്ളത്. ഇതിൽ 61 കോഡ് ഫോർ അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സുകളെ കോഡ് ചെയ്യുന്ന 61 കോഡോൺസുകളാണ് ഉള്ളത്. കോഡ് ഫോർ അമിനോ ആസിഡ്. 3 കോഡോൺസ് സ്റ്റോപ്പ് കോഡോൺസ് ആണ്. ഈ സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാണ്? UAA, UAG, UGA. ഈ 3 കോഡോൺസ് ആണ് സ്റ്റോപ്പ് കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. UAA, UAG, UGA. ഈ 3 സ്റ്റോപ്പ് കോഡോൺസിനും ചില പേരുകളുണ്ട്. UAA നമ്മൾ ഓഖർ എന്നാണ് പറയാം. UAG ആംബർ എന്നാണ് പറയാം. UGA ഒപ്പാൽ. ഇത് 3ഉമാണ് സ്റ്റോപ്പ് കോഡോൺസിന്റെ പേര്. UAA ഓഖർ, UAG ആംബർ, UGA ഒപ്പാൽ. ഇനി നമുക്കറിയാം AUG ആണ് നമ്മളുടെ സ്റ്റാർട്ട് കോഡോൺ. സ്റ്റാർട്ട് കോഡോൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ mRNA, ഇതാണ് നമ്മളുടെ mRNA എന്ന് വിചാരിച്ചു. ഈ mRNA റൺ ചെയ്യുന്നത്, അതായത് കോഡോൺസ് റീഡ് ചെയ്യുന്നത് 5' to 3' എൻഡിലാണ്. ഈ 5' എൻഡിലുള്ള AUG എന്ന് പറയുന്ന കോഡോൺസ് ഇവിടെയാണ്. ആദ്യം തന്നെ നമ്മളുടെ ഈ ഭാഗത്തായിട്ടാണ് നമ്മളുടെ റൈബോസോം അറ്റാച്ച് ആവുന്നതും ട്രാൻസ്ലേഷൻ ബിഗിൻ ചെയ്യുന്നതും. AUG ആണ് ആദ്യത്തെ കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, വിച്ച് വിൽ കോഡ് ഫോർ മെഥിയോനൈൻ. സോ AUG എന്ന് പറയുന്നത് ദ ട്രിപ്ലറ്റ് കോഡോൺ വിച്ച് വിൽ കോഡ് ഫോർ മെഥിയോനൈൻ ആൻഡ് ഓൾസോ ആക്ടിംഗ് ആസ് ദി സ്റ്റാർട്ടിംഗ് കോഡോൺ. ഈ കോഡോൺസ് ഞാൻ പറഞ്ഞു യൂണിവേഴ്സൽ ആണെന്ന് പറഞ്ഞു, പക്ഷെ ചില വേരിയേഷൻസ് ഉണ്ട്. ചില ഓട്ടോസോമൽസിൽ വേരിയേഷൻസ് ഉണ്ട്. അതുപോലെ മൈറ്റോകോൺഡ്രിയൽ ജീനോമിലും കുറച്ച് വേരിയേഷൻസ് കാണാം. ഇനി ഒരു തവണ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, ആദ്യമായിട്ട് കെമിക്കലി സിന്തസൈസ് ചെയ്ത കോഡോൺ ഏതാണ് എന്നൊരു തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അങ്ങനെ അതായത് നമ്മൾ ഹർഗോവിൻ ഖുറാന ആദ്യമായിട്ട് ഹോമോപോളിമേഴ്സും കോപോളിമേഴ്സിനെയും വെച്ച് പുതിയൊരു RNA സിന്തസൈസ് ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് സിന്തസൈസ് ചെയ്ത, ലാബിൽ സിന്തസൈസ് ചെയ്ത, ആർട്ടിഫിഷ്യലായിട്ട് സിന്തസൈസ് ചെയ്ത കോഡോൺ ആണ് UUU. UUU കോഡ് ചെയ്യുന്നത് ഏതിനെയാണ്? ഫിനൈൽ അലനൈനെയാണ് കോഡ് ചെയ്യുന്നത്. അപ്പൊ മ്യൂട്ടേഷൻസ് എന്താണെന്ന് നോക്കാം. മ്യൂട്ടേഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദി ന്യൂക്ലിയോടൈഡ് സീക്വൻസ്, അതിന് പറയുന്ന പേരാണ് മ്യൂട്ടേഷൻസ് എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നുണ്ടാണ്. ആക്ച്വലി ജീൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ എക്സ്പ്രഷൻ, ചേഞ്ച് ഓഫ് എക്സ്പ്രഷൻ ഓഫ് എ ജീൻ എന്ന് പറയാം. അത് എന്തുകൊണ്ടാണ് ചേഞ്ച് ഓഫ് എക്സ്പ്രഷൻ ഉണ്ടാകുന്നത്? എന്തെങ്കിലും എറേഴ്സ്, നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സുകളിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിലോ, അങ്ങനെയുള്ള എന്തെങ്കിലും എറേഴ്സ് ന്യൂക്ലിയോടൈഡിന്റെ നമ്പറിലോ അല്ലെങ്കിൽ ടൈപ്പിലോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു ദ ചേഞ്ച് ഇൻ എക്സ്പ്രഷൻ ഓഫ് എ ജീൻ വിച്ച് ഈസ് കോൾഡ് മ്യൂട്ടേഷൻ. അപ്പോൾ ആ മ്യൂട്ടേഷൻ, അപ്പൊ ഇതിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും ന്യൂക്ലിയോടൈഡിന്റെ നമ്പർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അതുപോലെ ടൈപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്, ഏത് ഒരു അഡിനിന് പകരം സൈറ്റോസിൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, സൈറ്റോസിന് പകരം ഗ്വാനിൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇതെല്ലാം പ്രശ്നമാണ്, ഇതെല്ലാം മ്യൂട്ടേഷൻസ് ആണ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെയുള്ള എന്ത് ചേഞ്ച് ഉണ്ടായാലും ദാറ്റ് വിൽ ലീഡ്സ് ടു ദി ചേഞ്ച് ഇൻ എക്സ്പ്രഷൻ ഓഫ് എ ജീൻ. അതിന് പറയുന്ന പേരാണ് മ്യൂട്ടേഷൻ. അപ്പൊ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരൊറ്റ സീക്വൻസിൽ ഉണ്ടാകാം. ഒരൊറ്റ സീക്വൻസിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷന് നമ്മൾ പറയുന്ന പേരാണ് പോയിന്റ് മ്യൂട്ടേഷൻ. അപ്പൊ നമ്മൾ പോയിന്റ് മ്യൂട്ടേഷൻ ഒരു ക്ലാസിക്കൽ, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളുടെ സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയിൽ നമുക്കറിയാം ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലൈൻ വന്നു. എന്തുകൊണ്ട് വന്നു? ഒരൊറ്റ നൈട്രജൻ ബേസ് ആണ് മാറിയത്. ഒരൊറ്റ നൈട്രജൻ ബേസ് മാറിയപ്പോൾ ആ അമിനോ ആസിഡ് മാറിപ്പോയി. അപ്പൊ ഒരു ചെറിയ ഒരു നൈട്രജൻ ബേസിൽ, ഒരൊറ്റ നൈട്രജൻ ബേസിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം ഉണ്ടാകുന്ന മ്യൂട്ടേഷന് നമ്മൾ പറയുന്ന പേരാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയും. ഇനി ഒന്നിൽ കൂടുതൽ ബേസ് പെയറുകളിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസിനെ, അതായത് ഒരു ബേസ് പെയർ അല്ല, 2, 3, 4 ബേസ് പെയറുകൾ ചേഞ്ച് ആയാൽ ആ മ്യൂട്ടേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രോസ് മ്യൂട്ടേഷൻ എന്ന് പറയാം. ഇനി
പല മ്യൂട്ടേഷൻസും ഉണ്ടാകുന്നത്, മിക്ക മ്യൂട്ടേഷൻസും ഉണ്ടാകുന്നത് റെപ്ലിക്കേഷനിലോ ട്രാൻസ്ക്രിപ്ഷനിലോ വരുന്ന ചേഞ്ച് കാരണമാണ്. അപ്പൊ റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ശരിയായ രീതിയിൽ നടക്കാതെ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായാൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസിനെ, അതുകൊണ്ടാണ് മിക്ക മ്യൂട്ടേഷൻസും ഉണ്ടാകുന്നത്. ആ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ നമ്മൾ പറയുന്ന പേരാണ് കോപ്പി എറർ മെക്കാനിസം എന്ന് പറയും. കോപ്പി എറർ മെക്കാനിസം. അപ്പൊ മ്യൂട്ടേഷൻ മെയിൻ ആയിട്ട് നമുക്കിവിടെ പോയിന്റ് മ്യൂട്ടേഷൻ ആണ് നമ്മൾ ഈ സെഷനിലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന. മ്യൂട്ടേഷൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആ വീഡിയോ കാണാം. അപ്പൊ മ്യൂട്ടേഷൻസിന് ഈ ജനറ്റിക് കോഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോയിന്റ് മ്യൂട്ടേഷൻ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നൈട്രജൻ ബേസിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമുണ്ടാകുന്ന ചേഞ്ചുകളെ നമ്മൾ പറയുന്ന പേരാണ് പോയിന്റ് മ്യൂട്ടേഷൻ. ഗ്രോസ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ നൈട്രജൻ ബേസ് പെയറുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഗ്രോസ് മ്യൂട്ടേഷൻ. മിക്ക മ്യൂട്ടേഷൻസും ഉണ്ടാകുന്നത് ട്രാൻസ്ക്രിപ്ഷനിലോ റെപ്ലിക്കേഷനിലോ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസം മൂലമാണ്. ആ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് കോപ്പി എറർ മെക്കാനിസം. ഇനി നമുക്ക് നമ്മളുടെ ജനറ്റിക് കോഡിലേക്ക് പോകാം. നമ്മുടെ ജനറ്റിക് കോഡിൽ നമുക്കറിയാം ഓരോ 3 നൈട്രജൻ ബേസുകളുടെ ഒരു ഗ്രൂപ്പാണ് ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ RNA എന്ന് വിചാരിക്കാം. അപ്പൊ ഗ്രൂപ്പ് ഓഫ് 3 നൈട്രജൻ ബേസുകൾ അല്ലെ, നോക്കിയോ. അപ്പൊ ഇതൊരു നൈട്രജൻ ബേസിനെ കോഡിയും, ഇതൊരു നൈട്രജൻ ബേസിനെ കോഡിയും, ഇതൊരു നൈട്രജൻ ബേസിനെ കോഡിയും, ഇതൊരു അമിനോ ആസിഡിനെ കോഡിയും, ഇതൊരു അമിനോ ആസിഡിനെ, ഇതൊരു അമിനോ ആസിഡിനെ, ഇതൊരു അമിനോ ആസിഡിനെ. ഈ അമിനോ ആസിഡുകളെല്ലാം പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്താണ് ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ സ്പെസിഫിക് ആയിട്ടുള്ള കറക്റ്റ് പ്രോട്ടീൻ ഉണ്ടാകണമെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് കൃത്യമായിട്ടുള്ള അമിനോ ആസിഡ്സ് വരണം. ആ അമിനോ ആസിഡ് കറക്റ്റ് ആയിട്ട് കോഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ നൈട്രജൻ ബേസ് കറക്റ്റ് ആയിട്ട് ജോയിൻ ആകണം. അപ്പോൾ ഈ ഇതിലുണ്ടാകുന്ന എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമ്മളുടെ DNA എക്സ്പ്രഷൻ അല്ലെങ്കിൽ പ്രോട്ടീന്റെ എക്സ്പ്രഷനെ ബാധിക്കും. അതിനെ പറ്റിയാണ് പറയുന്നത്. ആദ്യം തന്നെ പോയിന്റ് മ്യൂട്ടേഷൻ ഞാൻ പറഞ്ഞു. ഈ വീഡിയോയിലൂടെ പോയിന്റ് മ്യൂട്ടേഷൻ ആണ് കൂടുതലായിട്ട് പറയുന്നത്. പോയിന്റ് മ്യൂട്ടേഷൻസിൽ ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങളാണ് രണ്ട് തരത്തിലാണ് ആ വ്യത്യാസം ഉണ്ടാകുന്നത്. ആദ്യത്തെ ടൈപ്പാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. പോയിന്റ് മ്യൂട്ടേഷന്റെ ഒരു ടൈപ്പാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഒരു നൈട്രജൻ ബേസിന് പകരം വേറെ നൈട്രജൻ ബേസ് വന്നു. അപ്പൊ ആ ഒരു ടൈപ്പ്, ഒരു ബേസ് നൈട്രജൻ ബേസ് വരേണ്ട നൈട്രജൻ ബേസിന് പകരം വേറൊരു നൈട്രജൻ ബേസ് വരികയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ തന്നെ 2 തരത്തിലുണ്ട്. ട്രാൻസിഷൻ ആൻഡ് ട്രാൻസ്പോർഷൻ. ട്രാൻസിഷൻ ആൻഡ് ട്രാൻസ്പോർഷൻ. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്യൂരിന് പകരം one purine is replaced by another purine. ഒരു പ്യൂരിന് പകരം വേറൊരു പ്യൂരിൻ വന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു ട്രാൻസിഷൻ ആണെന്ന് പറയാം. ഇനി ഒരു പിരമിഡിന് പകരം വേറൊരു പിരമിഡിൻ വന്നാലും നമ്മൾ അതിനെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ. സോ ഇഫ് എ പ്യൂരിൻ ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ പ്യൂരിൻ, അഡിനിന് പകരം ഗ്വാനിൻ വരുന്നു, സൈറ്റോസിന് പകരം യുറാസിൽ വരുന്നു, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ. ഇനി ട്രാൻസ്ഫേഷൻ എന്തായിരിക്കും? വൺ പ്യൂരിൻ ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ പിരമിഡിൻ. ഒരു പിരമിഡിൻ പ്യൂരിനെ റീപ്ലേസ് ചെയ്തു വന്നാലും, ഇഫ് എ പിരമിഡിൻ ഈസ് റീപ്ലേസ്ഡ് ബൈ പ്യൂരിൻ ഓപ്പോസിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫേഷൻ. സോ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻസ് ആർ ഓഫ് 2 types, transition and transversion. Transition, if a purine is replaced by another purine, it is called transition. If a purine is replaced by pyrimidine or a pyrimidine is replaced by purine, which is called transversion. രണ്ടാമത്തെ ടൈപ്പ് മ്യൂട്ടേഷൻ ആണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഫ്രെയിം ഷിഫ്റ്റ് ആവുക പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഫ്രെയിം ഷിഫ്റ്റ് ആവുക എന്താണ് ഈ ഫ്രെയിം? നമ്മൾ ഈ mRNA സീക്വൻസുകളെ അല്ലെങ്കിൽ കോഡോൺസുകളെ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന പേരാണ് റീഡിംഗ് ഫ്രെയിം എന്ന് പറയും. അപ്പൊ ഇതാണ് നമ്മളുടെ റീഡിംഗ് ഫ്രെയിം. ഇതിലുള്ള അമിനോ ആസിഡ് നൈട്രജൻ ബേസുകളുടെ സീക്വൻസുകളാണ് നമ്മളുടെ റീഡിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പൊ ഈ റീഡിംഗ് ഫ്രെയിം എങ്ങനെയെങ്കിലും
എവിടെയെങ്കിലും ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ, ചേഞ്ച് ആവുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷന് പറയുന്ന പേരാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. എങ്ങനെയൊക്കെ ചേഞ്ച് ആകാം? ഇപ്പോ നിങ്ങളുടെ NCERT പറയുന്ന ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. രാം ഹാസ് ക്യാപ്, റെഡ് ക്യാപ്. ഇതാണ് NCERT പറയുന്ന എക്സാമ്പിൾ. രാം ഹാസ് റെഡ് ക്യാപ്. അപ്പോ രാം ഇതൊരു നൈട്രജൻ ബേസ്, ഒരു 3 ലെറ്റർ ഉള്ള ഒരു വേർഡാണ് അല്ലെ. ഇതൊരു 3 ലെറ്റർ ഉള്ള വേർഡാണ്, ഇതും അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പോ ഇൻ കേസ് ഇവിടെ ഒരു ബി ഇൻസേർട്ടഡ് ആയെന്ന് വിചാരിച്ചോ. നമുക്കറിയാം നമ്മളുടെ നമ്മളുടെ RNAയിലെ നൈട്രജൻ ബേസുകൾ 3 നൈട്രജൻ ബേസുകളുടെ ഗ്രൂപ്പാണ് ഒരു പർട്ടിക്കുലർ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ബി ഇൻസേർട്ട് ആയ പോലെ ഇവിടെ ഒരു ജി ഇൻസേർട്ട് ആയി എന്ന് വിചാരിക്കാം. ഞാനവിടെ ഒരു റെഡിലെഴുതാം. ജി ഇൻസേർട്ടഡ് ആയി എന്ന് വിചാരിക്കാം. എന്ത് സംഭവിക്കും? AUG, CCC, അതിനുശേഷം GUU ആണ് എടുക്കുക. കാരണം 3 നൈട്രജൻ ബേസുകളുടെ ഗ്രൂപ്പാണ് ഒരു കോഡോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ GUU ആണ്, യുയുവിന് പകരം GUU ആണ് എടുക്കുക. അപ്പൊ ഇവിടെ ഫ്രെയിം ഷിഫ്റ്റ്, റീഡിംഗ് ഫ്രെയിം മാറി, ചേഞ്ച് ആയി. ഒരു പുതിയ ബേസ് ഇൻസേർട്ടഡ് ആയതുകൊണ്ടാണ് റീഡിംഗ് ഫ്രെയിം മാറിയത്. അങ്ങനെയുള്ള മ്യൂട്ടേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻസേർഷൻ. അപ്പൊ ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ നൈട്രജൻ ബേസ് ഇൻസേർട്ടഡ് ആകുന്നത് മൂലം റീഡിംഗ് ഫ്രെയിം മാറുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻസേർഷൻ. ഇനി ഒരു നൈട്രജൻ ബേസ് ഡിലീറ്റഡ് ആവുകയാണെങ്കിലോ, ഓൾറെഡി ഇവിടെ യുയുവിന് പകരം അല്ലെങ്കിൽ ഇവിടെ CCCക്ക് പകരം ഇവിടെയുള്ള C ഡിലീറ്റഡ് ആയെന്ന് വിചാരിച്ചോ. അപ്പൊ ഇത് ഏതെടുക്കാണ്? നെക്സ്റ്റ് 1C, പിന്നെ അഗൈൻ CCU ആണ് എടുക്കുക. ഇൻസ്റ്റെഡ് ഓഫ് CCC, C ഇല്ല അല്ലെ. അപ്പൊ അതിന് പകരം CCU ആണ് എടുക്കുക. അപ്പൊ ഇവിടെ വന്ന മ്യൂട്ടേഷൻ എന്താണ്? ഡിലീഷൻ കാരണമാണ് ഇവിടെ മ്യൂട്ടേഷൻ ഉണ്ടായത്. അതുകൊണ്ട് ഈ മ്യൂട്ടേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഡിലീഷൻ മ്യൂട്ടേഷൻ എന്ന് പറയും. സോ ഇൻസേർഷൻ മുഖേനയും മ്യൂട്ടേഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഡിലീഷൻ വന്നാലും മ്യൂട്ടേഷൻസ് ഉണ്ടാകാം.